പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണത്തിൽ വീണ്ടും ഒരു പരീക്ഷണം കൂടി. കരാറുകാർക്ക് ഒരവസരം കൂടി നൽകാൻ തിരുവനന്തപുരത്ത് ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനം. നവംബർ 20-നകം റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി യോഗത്തെ അറിയിച്ചു. ടുഡേ ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. തകർന്നടിഞ്ഞ ഗതാഗതം ദുഷ്കരമായ പുലാമന്തോൾ മേലാറ്റൂർ റോഡിൽ ഒരു പരീക്ഷണത്തിനുകൂടി മുതിർന്നിരിക്കുകയാണ് സർക്കാർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ നവംബർ 20-നകം റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകി. റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് കരാറുകാരെ സർക്കാർ ടെർമിനേറ്റ് ചെയ്തിരുന്നു. ഈ നടപടി താൽക്കാലികമായി മരവിപ്പിച്ചാണ് വീണ്ടും ഒരു അവസരം കൂടി കരാറു കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. കരാർ അവസാനിപ്പിച്ച മറ്റൊരു കരാറുകാരെ ഏൽപ്പിക്കുന്നതിന് മാസങ്ങൾ എടുക്കുമെന്നതിനാലാണ് കരാർ കമ്പനിക്ക് ഒരു അവസരം കൂടി നൽകിയത്. നവംബർ 20-നകം റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിക്കാനാണ് യോഗം കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2025 മെയ് മാസത്തിനകം റോഡ് പ്രവൃത്തി സമ്പൂർണ്ണമായി പൂർത്തിയാക്കാനാണ് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 18-നകം കട്ടുപ്പാറ മുതൽ പുളിങ്കാവ് വരെയുള്ള ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കും. മേലാറ്റൂർ ചെറുകര റെയിൽവേ ഗേറ്റുകളോട് അനുബന്ധിച്ചുള്ള പ്രവൃത്തികളും ടാറിംഗ് പ്രവൃത്തിക്ക് സമാന്തരമായി നടത്തും. കരാർ ഏറ്റെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായുള്ള KMC എന്ന കമ്പനിയിൽ നിന്നും ഉപകരാർ ഏറ്റെടുത്ത KGK കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയതായി പരാതിയുണ്ട്. കരാറു കമ്പനി നടത്തിയ നിർമ്മാണ പ്രവൃത്തി ശാസ്ത്രീയമല്ലെന്ന ആരോപണം നജീബ് കാന്തപുരം MLAയും ജനപ്രതിനിധികളും സമരസമിതി ഭാരവാഹികളും യോഗത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കരാർ കമ്പനി നിലവിൽ നടത്തിയിട്ടുള്ള പ്രവൃത്തിയുടെ ഗുണനിലവാരം പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് പരിശോധിക്കും. KSTP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കും. തുടർന്നുള്ള പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിനും യോഗം മോണിറ്ററിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ചു. നവംബർ 20-നകം യോഗ തീരുമാനം നടപ്പിലാക്കാൻ കരാറു കമ്പനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ടെർമിനേഷൻ നടപടികളുമായി മുന്നോട്ടു പോവാനാണ് ധാരണ. യോഗത്തിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P. ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P. സൌമ്യ, CM മുസ്തഫ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, സമരസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.